ചലച്ചിത്ര ആസ്വാദക മനസ്സിൽ കാലം കുത്തിവെച്ച കരുത്തുറ്റ കഥാപാത്രങ്ങൾ, ക്യാൻവാസുകളിൽ കാലം വരച്ചിട്ട ശില്പചാതുര്യം. അതാണ് മലയാളത്തിന് ഊർമിള ഉണ്ണി. കേവലം ഒരു ചലച്ചിത്ര താരം മാത്രമല്ല, കവയത്രി, എഴുത്തുകാരി, ചിത്രകലാകാരി, നർത്തകി, അങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റെതായ കയ്യൊപ്പ് ചാർത്തിയ പ്രതിഭ കൂടിയാണ് ഈ കലാകാരി. നമസ്കാരം ചേച്ചി. ചേച്ചി വലിയൊരു ഗണപതി ഭക്തയാണല്ലോ. എന്തുകൊണ്ടാണ് ഗണപതി ഭഗവാനെ ഇത്രയ്ക്കധികം ആരാധിക്കുന്നത്? നല്ല തുടക്കം അല്ലേ? ഈ ചോദ്യം എന്നോട് ചോദിക്കാൻ തോന്നിയത് തന്നെ ഞാൻ ഗണപതി ഭക്തയായോണ്ടല്ലേ. അതെ, ഗണപതിയിൽ വേണ്ടേ നമ്മൾ തുടങ്ങാൻ. ഈ ഗണപതിക്ക് മാത്രമേ ചിത്രകാരന്മാരുടെ മനസ്സിൽ കൂടെ കണ്ടിട്ടുണ്ടോ? ക്രിക്കറ്റ് കളിക്കുന്ന ഗണപതി വരെയുണ്ട്. അമിതാഭ് ബച്ചൻ്റെ കൂടെ നിൽക്കുന്ന ഗണപതിയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ പലതരത്തിൽ 4 കൈ 2 കൈ നിൽക്കുന്നത്, ഇരിക്കുന്നത്, താമരപ്പൂവിലിരിക്കുന്നത് അല്ലേ, എന്തൊക്കെ തരം ഗണപതികളാണ്. ആ ഒരു ചിത്രകാരിയുടെ കണ്ണിൽ കൂടെ കണ്ടതുകൊണ്ടായിരിക്കാം. അതേസമയം നമ്മൾ ഗുരുവായൂരപ്പനെ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന രൂപത്തിൽ കാണില്ല, ഗണപതിയെ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം കുട്ടിക്കാലം തൊട്ട് തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഗണപതി ഭക്തിയായി മാറി. സ്വർഗത്തിലെ സുഭദ്ര തമ്പുരാട്ടി എന്നുള്ള കഥാപാത്രം അതാണല്ലോ ഊർമിളേച്ചിയെ കൂടുതൽ ഫേമസ് ആക്കിയത്. അതുപോലെയുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ അന്യം നിന്ന് പോവുകയാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ് പറയാനുള്ളത് അതേപ്പറ്റി? ഇപ്പം സിനിമയുടെ ഘടന തന്നെ മാറിയില്ലേ അല്ലേ? അപ്പം അന്നത്തെ സിനിമയാണോ ഇന്നത്തെ സിനിമ? അപ്പം 92-ലൊക്കെയാണ് സർഗം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നത്. ആ കാലത്തെ ഉള്ള കഥകളും പാട്ടുകളും എല്ലാത്തിനും മാറ്റം വന്നു. ഇപ്പോൾ അതിനു മുമ്പത്തെ ആലോചിച്ച് നോക്കൂ, നമ്മൾ പ്രേം നസീറിൻ്റെയും ഷീലയുടെയും ആ സിനിമകളല്ല 92-ൽ ഞാനൊക്കെ ചെയ്യുമ്പോഴത്തെ ആ സിനിമകളല്ല ഇപ്പോൾ ഈ 2024 അല്ലേ? അപ്പം കാലം മാറുന്നതിനനുസരിച്ച് സിനിമയും കഥാപാത്രങ്ങളും ഒക്കെ മാറും. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഈ അമ്മയും മക്കളും തമ്മിൽ ഒരു ഭയങ്കര ബന്ധമുണ്ട് പൊതുവെ. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഫ്രണ്ട്സിനെ ഇഷ്ടം. വീട്ടിൽ വന്ന് അമ്മയും അച്ഛനുമായിട്ടുള്ള കമ്പനിയേക്കാൾ കൂടുതൽ ഇഷ്ടം പല കുട്ടികൾക്കും ഫ്രണ്ട്സുമായിട്ടുള്ള വർത്തമാനങ്ങളാണ്. അവരതാണ് എൻജോയ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ കാലം വരെ മാറി തുടങ്ങി, ബന്ധങ്ങൾക്കും മാറ്റം വന്നു തുടങ്ങി. അതുകൊണ്ടാണ് സുഭദ്ര തമ്പുരാട്ടി ഒന്നും ഇല്ലാണ്ടായത്. പക്ഷെ ആ ഒരു കഥാപാത്രം ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രം തന്നെ. അതെ, അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് ശരിക്കും അങ്ങനെയൊക്കെ കിട്ടിയത്. ഞാൻ അന്ന് സിനിമയിൽ വന്നതുകൊണ്ട് അതൊക്കെ കിട്ടി. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ, കിട്ടില്ലായിരുന്നു അങ്ങനൊരു ക്യാരക്ടർ. സ്ത്രീകൾക്ക് തന്നെ കുറച്ച് പ്രാധാന്യം കുറവാണ്, കൂടുതലും പുരുഷന്മാരാണ്. അതെ, പിന്നെ ഈ സ്ഥിരം അഭിനയിക്കുന്നവർ, പണ്ട് നമുക്ക് മോഹൻലാലിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ കവിയൂർവന്നമ്മയായിരുന്നു അല്ലേ? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല. അമ്മമാർ ഇന്ന ആൾക്കാരൊന്നും ഇല്ല, ആരെങ്കിലും ഒക്കെയാണ് അഭിനയിക്കുന്നത്. അമ്മമാരുണ്ടാവില്ല മിക്കവാറും. അമ്മമാരുണ്ട് ചിലപ്പോ വോയിസ് ഓവറിൽ തന്നെ അത്ര കുറച്ചേ ഉള്ളൂ ക്യാരക്ടർ. ഇപ്പൊ എല്ലാം ഇപ്പോഴത്തെ ആ ഒരു എന്താ പറയാ, ഇപ്പോഴത്തെ താരങ്ങൾ മാത്രം. അമ്മ ക്യാരക്ടർ ഇല്ല, അച്ഛൻ ക്യാരക്ടർ ഇല്ല, അതൊക്കെ പാടെ മാറി. ഹീറോ ഹീറോയിൻ അവരുടെ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നതാണ് കഥ. ഊർമിളേച്ചിക്ക് നൃത്ത സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നൃത്തം മാത്രമല്ല, വീണ, അങ്ങനെ ഒരുപാട് ടാലന്റ്, ചിത്രരചന, കലാപരമായിട്ടുള്ള എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അപ്പോൾ നൃത്ത സ്കൂള് വേണ്ടാന്ന് വെച്ചത്, അത് നിർത്തിയത്? നൃത്തം ഞാൻ ഏതാണ്ട് 88 ഒരു 90 വരെയൊക്കെ കൊണ്ട് നടന്നിട്ടുള്ളൂ. ആ കാലത്ത് തൃശ്ശൂരായിരുന്നു താമസം ഉണ്ടായിരുന്നത്. അപ്പോൾ ധാരാളം കുട്ടികൾ, 100ഓളം കുട്ടികൾ എൻ്റെ അടുത്ത് ഡാൻസ് പഠിച്ചിരുന്നു. പിന്നെ ഞാനങ്ങ് സിനിമയിൽ തിരക്കായി. കാരണം ഈ 92-ലാണ് സർഗം എന്ന് പറഞ്ഞ സിനിമ വന്നത്. അതിന് ശേഷം പിന്നെ സിനിമയിലേക്ക് തിരക്ക് വന്നപ്പോൾ എനിക്കെല്ലാം കൂടെ നോക്കാൻ പറ്റില്ല എന്ന് ഞാൻ സ്വയം വേണ്ടാന്ന് വെച്ചതാണ്. പിന്നെ ഞാൻ എറണാകുളത്തേക്ക് താമസം മാറ്റി. ഇവിടെ ഞാനൊരു ക്ലാസ് തുടങ്ങിയില്ല. പിന്നെ എൻ്റെ മകളിപ്പോൾ ഏറ്റെടുത്തു. ചേച്ചി മ്യൂറൽ പെയിന്റിങ് ചെയ്തിരുന്നല്ലോ, അതിനെ പറ്റി ഒന്ന് പറയാമോ? ഇല്ല, ഇപ്പം അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അതെന്താ അറിയോ, സത്യത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് മ്യൂറൽ പെയിൻറ്റിങ് സാരിയിൽ കൊണ്ടുവന്നത് ഞാനായിരുന്നു. പിന്നെ അത് കുറേ വീട്ടമ്മമാരും ചിത്രകാരികളും ഒക്കെ കോപ്പി ചെയ്ത് പലരും സാരിയിലും ഷർട്ടിലും ഒക്കെ വരയ്ക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നീട് പ്രിൻ്റ് ഇറങ്ങാൻ തുടങ്ങി അല്ലെ? ഗുരുവായൂർ നമ്മൾ പോകുമ്പോൾ കാണാം, അവിടെ ഉള്ള എല്ലാ കടകളിലും ഇപ്പോൾ
മ്യൂറൽ പെയിൻറ്റിങ് പ്രിൻ്റ് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കോമൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ കൈകൊണ്ട് വരയ്ക്കുന്ന ചിത്രത്തിന് വില കൂടുതലാണല്ലോ. സാരിയിൽ പോലും ഹാൻഡ് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ വില കൂടുതലല്ലേ. പ്രിൻ്റ് ഇറങ്ങുമ്പോൾ അതിൻ്റെ വില കുറയും. അപ്പോൾ ആ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ആ പരിപാടി നിർത്തിയത്. എനിക്ക് വേണ്ടി വരച്ച് തന്നിരുന്ന ആൾക്കാരുണ്ടായിരുന്നു, അല്ലാണ്ട് ഞാനല്ല കേട്ടോ വരച്ചിരുന്നത്. ഞാൻ ഐഡിയ കൊടുക്കാറേ ഉള്ളൂ, വേറെ ആൾക്കാരാണ് വരച്ചിരുന്നത്. ഊർമിളേച്ചി ഒരുപാട് എഴുതുന്നുണ്ടല്ലോ, എഴുത്തിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അതായത് കവിതാ സമാഹാരങ്ങളുണ്ട്, ബുക്സ് എഴുതിയിട്ടുണ്ട്. ഇത് ഗണേശൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് മലയാളത്തിലേക്ക് അത് തർജ്ജമ ചെയ്തത്. അപ്പൊ അതേ പറ്റിയിട്ടൊക്കെ നമുക്കൊന്ന് പറയാം, അറിഞ്ഞാൽ. എഴുത്ത് രക്തത്തിലുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എനിക്ക് വലിയ ഇഷ്ടമാണ് അത്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ ടി വിയും ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ വായിച്ച് തന്നെ വളർന്നവരാ കുടുംബം മുഴുവനും. എൻ്റെ അച്ഛൻ മരിക്കുന്ന കിടക്കയിൽ പോലും പുസ്തകം കയ്യിലുണ്ടായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ്റെ മരണം. അത്രയും ബുക്ക് വായിക്കുന്ന ആൾ. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ധാരാളം പുസ്തകങ്ങൾ വായിക്കും. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും വായനാശീലം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയാണെങ്കിലും എൻ്റെ മോൾക്കും ഉത്തരയും നന്നായി വായിക്കുകയും എപ്പോഴും ഒരു പുസ്തകം കയ്യിൽ കാണാം. രാത്രി കിടക്കുമ്പോൾ പോലും പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഉറങ്ങാറുള്ളത്. അപ്പോൾ വായിച്ച് വളർന്നുകൊണ്ടായിരിക്കാം എഴുത്തിലേക്ക് വന്നത്. പിന്നെ കുറേ എഴുത്തുകാർ സുഹൃത്തുക്കളുണ്ടായിരുന്നു. എനിക്ക് പഴയ നോവലിസ്റ്റ് വിലാസിനിയായിട്ട് നല്ല അടുപ്പമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ അദ്ദേഹം നടക്കാൻ പോവുക. അങ്ങനെ വിലാസിനി സാറിനെ പരിചയപ്പെടുകയും അദ്ദേഹം ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കവിത എഴുതുമ്പോഴൊക്കെ കറക്റ്റ് ചെയ്ത് തരുമായിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. പിന്നെ നമ്മൾ ഈ MTയുടെയൊക്കെ നോവൽ വായിച്ചുമൊക്കെ തന്നെയല്ലേ വളർന്നത്. അങ്ങനെ ആദ്യം കവിതയിൽ നിന്ന് തന്നെയാണ് തുടക്കം. കവിതാ സമാഹാരം പാഞ്ചാലിക ആയിരുന്നു. അതിനുശേഷം വേറെ 3-4 പുസ്തകങ്ങളും കൂടെ എഴുതി. ഞാനൊരു 5-6 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവസാനം ഏകതന്തൻ എന്ന് പറഞ്ഞ ഗണപതിയെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു പുസ്തകമാണ് എഴുതിയത്. അതെ, അതിനിടയിലാണ് കവിതകളുടെ കൂട്ടത്തിൽ, അത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല, വശ്യഗന്ധി എന്ന് പറഞ്ഞിട്ടൊരു കവിതയാണ് അവസാനം എഴുതിയത്. ഊർമിളേച്ചി എഴുത്ത്, മ്യൂറൽ പെയിന്റിങ്, ഗണപതി കളക്ഷൻസ്, ഇതൊക്കെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒടുവിലത്തെ വേർഷനായിട്ടാണോ നമ്മുടെ ഇപ്പോൾ വശ്യഗന്ധി എന്നുള്ള പ്രോഡക്റ്റ്? വശ്യഗന്ധിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു നിർത്തിയുള്ളൂ. വശ്യഗന്ധി ഒരു കവിതയിൽ നിന്നാണ് തുടക്കം. പിന്നെ ഇങ്ങനെ ഒരു പെർഫ്യൂം ചെയ്യണം എന്നുള്ളത് പണ്ട് തൊട്ടേയുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞതാണ്. ഒരിക്കൽ ബോംബെ എയർപോർട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ അമിതാഭ് ബച്ചൻ്റെ പടമുള്ള ഒരു പെർഫ്യൂം കണ്ടു. അതിൻ്റെ പേര് അമിതാഭ് ബച്ചൻസ് എന്നാണ് പെർഫ്യൂം. അപ്പോൾ എനിക്ക് തോന്നി ഊർമിള ഉണ്ണീസ് എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം തോന്നി. അന്ന് തൊട്ടുള്ള ആഗ്രഹമാണ് അങ്ങനെ ഒരു പെർഫ്യൂം ഇറക്കണം എന്നുള്ളത്. അങ്ങനെ ആഗ്രഹം സാധിപ്പിച്ചു തന്നത് മകളാണ് കേട്ടോ. ഉത്തര തന്നെയാണ് അതിന് അമ്മ ഇറക്കിക്കൊള്ളു ധൈര്യമായിട്ട്, ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞതും നമ്മളൊരു പെർഫ്യൂം കമ്പനിയുമായിട്ട് സംസാരിച്ച് തീരുമാനിക്കുന്നത്. പിന്നെ ഈ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പൂപ്പൻ അമ്മൂമ്മയ്ക്ക് കൊടുത്ത ഒരു തൈലമായിരുന്നു. ആ അമ്മമ്മ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു, അമ്മ എനിക്ക് തന്നു. അങ്ങനെ കൈമാറി വന്ന പാരമ്പര്യമായിട്ട് കിട്ടിയൊരു മണമാണ്. പലരും ഇത് ചോദിക്കാറുണ്ട്, ഇതൊരു പ്രത്യേക മണമാണല്ലോ, നല്ലൊരു തൈലത്തിൻ്റെ മണമല്ലോ ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഈ പെർഫ്യൂം കമ്പനിയുമായിട്ട് സംസാരിച്ചാണ് ഞാനിത് ഇറക്കിയത്. 2022 ഞാൻ പെർഫ്യൂം ഇറക്കിയത്. പക്ഷെ ഇപ്പോഴാണ് അത് ധാരാളമായിട്ട് ആൾക്കാർ പ്രചാരത്തിൽ വന്നത്, ആൾക്കാർ വാങ്ങാൻ തുടങ്ങിയത്. ഇതേപ്പറ്റി ഒരുപാട് റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. വശ്യഗന്ധിയുടെ റിവ്യൂസ് ഒരുപാട് നല്ല റിവ്യൂസ് ആണ്. ഇത് ബിസിനസ്സായിട്ട് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ പ്ലാൻ? നല്ല ബിസിനസ്സായിട്ട് തന്നെ ഇപ്പോൾ സത്യം പറയാമല്ലോ. ഈ സിനിമ അഭിനയിക്കുന്നതിനേക്കാൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈയിടെയായിട്ട് വശ്യഗന്ധിയോട്. അത് നല്ല ആൾക്കാർ നല്ല അഭിപ്രായമൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. നമ്മൾ ചെയ്ത ഒരു സാധനം ബാക്കിയുള്ളവർക്ക് ഇഷ്ടമായല്ലോ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഇതെങ്ങനെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആക്കാൻ ഉള്ള? അത് ഇല്ല, ഞാൻ അങ്ങനെ കടകളോ ഒന്നും കൊടുക്കുന്നുമില്ല, ഞാൻ അങ്ങനെ തുടങ്ങുന്നുമില്ല. സത്യത്തിൽ ഇപ്പോൾ എൻ്റെ ഒരു ഓൺലൈൻ ബിസിനസ്സായിട്ടാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വാട്സപ്പ് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ, അതായത് 9846045954 വശ്യഗന്ധി, വാട്സപ്പ് ചെയ്താൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കും.
എത്ര ml ഉണ്ട് ഇത്, എങ്ങനെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. വശ്യഗന്ധി ഓൺലൈനിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ, ഒരു കടകളിലും ഞാൻ കൊടുത്തിട്ടില്ല. ഞങ്ങളൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതായത് 9846045954. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറാണ്. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വശ്യഗന്ധി എത്രയുണ്ട് എന്ന് നിങ്ങൾക്ക് കിട്ടും, എന്താണ് വില, സകല ഡീറ്റെയിൽസും അതിൽ പറഞ്ഞുതരും. വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. വശ്യഗന്ധി എന്ന് പറയുന്ന ഒരു കവിത എഴുതിയെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് നമ്മൾക്ക് ഒന്ന് ചൊല്ലിക്കേൾപ്പിക്കാം. കവിത മുഴുവനും ഞാൻ ചൊല്ലുന്നില്ല, ബോറടിക്കും. അവിടെ തുടക്ക ഭാഗം ചൊല്ലിക്കേൾപ്പിക്കാം. ഞങ്ങളുടെ പാലസിൻ്റെ പേര് കോയിക്കൽ കൊട്ടാരം എന്നാണ് കേട്ടോ. കോയിക്കൽ കൊട്ടാരം തന്നിലേ സുന്ദരി, പൂർണേന്ദു പോൽ മുഖകാന്തി. എൻ്റെ അമ്മമ്മയെക്കുറിച്ചാണ് പറയുന്നത്. രാജകീയ പ്രൗഢി ശംഖിനി പത്മിനിമാരെ വെല്ലും രൂപഭംഗി, ആരുമേ കണ്ടാൽ കൊതിക്കും മദാലസയായിരുന്ന തമ്പുരാട്ടി. നാടാകെ ചുറ്റി പറന്നു നടക്കുന്ന ദേശാടന കിളി പോലെ, ആ വഴി വന്നൊരു തമ്പുരാൻ സുന്ദരിയാളെ ഒരു ദിനം കണ്ടു. ആദ്യത്തെ നോട്ടത്തിൽ ആ ഹൃദയത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു. അപ്പം തന്നെ ഇഷ്ടമങ്ങ് തുടങ്ങുകയാണ് തമ്പുരാട്ടിയോട്. അങ്ങനെ അദ്ദേഹം ഒരു സുഗന്ധത്തിൻ്റെ കുപ്പി ആ അമ്മമ്മയ്ക്ക് കൊടുത്തു എന്നും ആ തമ്പുരാട്ടി ആ മണത്തിൽ കുളിച്ച് ആ കൊട്ടാരം മുഴുവനും അതിൻ്റെ മണമായിരുന്നു എന്നുമാണ് പഴയ കഥ. അതിനുശേഷം എൻ്റെ അമ്മയുടെ കയ്യിൽ കിട്ടി, അമ്മ എനിക്ക് തന്നു. അങ്ങനെ ഇപ്പോൾ പെർഫ്യൂം ഫേമസ് ആയി. അവസാനം അതിലേ വന്നേ നിൽക്കുള്ളൂ. എല്ലാം കുടുംബമുള്ളവർക്ക് നമുക്ക് അതിലേ എത്തുള്ളൂ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം. അതെനിക്ക് ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു പാഠമാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവാം, നമുക്ക് ബന്ധുക്കളുണ്ടാവാം, പക്ഷെ നമ്മുടെ കുടുംബം എന്ന് പറയുന്നുണ്ടല്ലോ, അത് നമ്മളെപ്പോഴും എന്ത് തമാശ കാണിച്ചാലും തറ ഇളകരുതെന്ന് ഞാൻ പറയാറുണ്ട്. അതിൽ വന്ന് നിൽക്കും. എനിക്ക് വളരെ സ്നേഹനിധിയായ ഉണ്ണിയേട്ടനുണ്ട്. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു കേട്ടോ പണ്ട് കാലത്ത്. അന്നത്തെ ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ കണ്ട് പരിചയപ്പെട്ടതാണ് പുള്ളിയെ. എത്ര വർഷത്തെ പ്രണയമായിരുന്നു? 5 കൊല്ലം പ്രേമിച്ചു. +2 പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കഴിഞ്ഞോടുകൂടി കല്യാണം കഴിഞ്ഞു. പിന്നെ ഉത്തര ജനിച്ചു. ഉത്തര ഇപ്പോൾ ഡാൻസറാണ്. ഉത്തരയ്ക്ക് നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടി. നിതേഷ് ബിസിനസ്സുകാരനാണ്. അവർക്ക് നല്ലൊരു പൊന്നോമനയുണ്ട്. എൻ്റെ പേര് ധീമഹി എന്നാണ്. ഭർഗവോ ദേവസ്യ ധീമഹി കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നമ്മുടെ ഗായത്രി മന്ത്രത്തിലൊക്കെ വരുന്ന എല്ലാ മന്ത്രങ്ങളിലും വരും. ധീമഹി എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു മോളുണ്ട്. സന്തുഷ്ട ജീവിതം. ഓക്കെ, സന്തോഷമായിട്ട് അങ്ങനെ കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വശ്യഗന്ധി ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ കൂടെ മുന്നോട്ട് പോകും.